ഹായ്, ഇന്നൊരു പഴംപൊരി കഥയായാലോ. ഫ്രിഡ്ജിലിരുന്ന് 2 പഴം 2 ദിവസമായിട്ട് എന്നെ മാടി വിളിക്കുന്നു. അപ്പോൾ ഇന്ന് ഇവരെ തട്ടി പഴംപൊരിയാക്കാം. അപ്പോൾ ഓക്കെ, പോയാലോ? ബാബ. അരിച്ചു വെച്ചിട്ടുള്ള മൈദയിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണേ. സോറി, അതിന് മുമ്പ് കുറച്ച് എള്ളും കൂടി ഇടണം കേട്ടോ, മറന്നു പോയതാണ്. എള്ളിടുന്നത് മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എനിക്കറിയില്ല. മഞ്ഞൾപ്പൊടി ഇടുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്, എള്ളിടുന്നത് ഭംഗിക്ക് വേണ്ടിയിട്ടായിരിക്കും. എള്ളിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എള്ളുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ പഴംപൊരിയിൽ എള്ളിന് പ്രത്യേകിച്ച് റോളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കാണാനുള്ള ഭംഗിക്ക് ഇരിക്കട്ടെ അല്ലേ. പിന്നെ എൻ്റെ ബാറ്ററിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറഞ്ഞു പോയി, കുറച്ച് കളർ കുറഞ്ഞു പോയിട്ട് ഞാൻ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എൻ്റെ 2 പഴത്തിനെ ഞാൻ 8 പീസാക്കി മുറിച്ചിട്ടുണ്ട്. ഈ പാത്രം ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ എണ്ണ കൂടുതലായിട്ട് തോന്നുന്നത്. മുറിച്ച് വെച്ചിരിക്കുന്ന പഴക്കുട്ടന്മാരെ എടുത്ത് മാവിൽ മുക്കി എണ്ണയിലിട്ടങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ. മരിച്ചിട്ടും കുഴിച്ചിടാത്ത മൃതദേഹം പോലെയാണ് ഈ പാത്രം. ചില പാത്രങ്ങളോട് നമുക്ക് ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നല്ലേ, ആ പേരിലാണ് ഇവൻ ഇപ്പോഴും ഇവിടെ വാഴുന്നത്. ആദ്യത്തെ സെറ്റ് പഴംപൊരി റെഡിയായി വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പരിപ്പ് വടയും മുട്ട ബജ്ജിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതും കഴിച്ച് നമ്മളുണ്ടാക്കിയ പഴംപൊരിയും കഴിച്ച് ഇന്നത്തെ ദിവസം തീർന്നു കേട്ടോ. തീർന്നില്ല, രാത്രി ഊണും കൂടി കഴിക്കും. അപ്പോൾ ശരി, നോക്കി ബായ്, നാളെ കാണാം.